ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏതോ ജന്മകൽപ്പന പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ ഒരു പുത്തൻ പ്രൊമോല് നമ്മുടെ ഒരു മെഹന്തി പരിപാടിക്ക് വേണ്ടിയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും ഇങ്ങനെ മെഹന്തിന്റെ ഡിസൈനൊക്കെ ഇങ്ങനെ എന്താ പറയാ പറഞ്ഞ് തീരുമാനിച്ച് ചർച്ചയൊക്കെ ചെയ്ത് ആലോചിക്കുക കേട്ടോ. അപ്പത്തേക്കും നമ്മുടെ എൻ കെ സാരിയെ കൊടുത്ത് അവിടെ വരുന്നുണ്ട്. അപ്പൊ കറക്റ്റ് നമ്മുടെ അമ്മായിയുടെ അടുത്തായിരിക്കും ഇരിക്കുന്നത്, നമ്മുടെ ശ്രുതിയുടെ അമ്മായിയുടെ അടുത്ത്. അപ്പൊ തന്നെ നമ്മുടെ ശ്രുതിയുടെ അമ്മായി മുഖം ഒന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് സാരിയൊക്കെ അഴിച്ച് നോക്കി നമ്മുടെ എൻ കെനെ പിടികൂടുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനുശേഷം എൻ കെക്ക് എങ്ങനെയെങ്കിലും ആ ഒരു മുഖം രക്ഷിക്കണമല്ലോ. അപ്പൊ അതിന് പിന്നാലെ നമ്മുടെ മെഹന്തി ഇടുന്ന ഒരു പെണ്ണുണ്ടല്ലോ, അപ്പൊ ശ്രുതിയുടെ കയ്യിലായിട്ട് ഇടാൻ പോകുന്നു. അപ്പൊ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് കൈവെള്ളയിൽ ആരുടെ പേര് എഴുതണം, ഏത് ലെറ്റർ എഴുതണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചോദ്യം കേട്ടപാടെ നമ്മുടെ എനിക്ക് അവിടെ നിന്ന് പറയുന്നുണ്ട് അശ്വിന്റെ പേര് എഴുതിയാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ എനിക്കാണെങ്കിൽ ഇപ്പൊ ആകെ ആ ഒരു പിടിച്ചതിന്റെ നാണക്കേടിൽ നിന്ന് പെട്ടെന്നങ്ങാണ് അശ്വിന്റെ പേര് പറഞ്ഞു പോയതാട്ടോ. അപ്പൊ തന്നെ നമ്മുടെ ശ്രുതി അശ്വിന്റെ പേരോ, അപ്പൊ തന്നെ ആ ഒരു പാട്ടൊക്കെ ആയിട്ട് പ്രണയം എന്നുള്ള ഒരു പാട്ടൊക്കെ ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പൊ എന്തായാലും നമ്മുടെ ആ ഒരു എന്താ പറയാ ശ്രുതി മനസ്സിൽ വിചാരിച്ചതും എനിക്ക് പറഞ്ഞതും ഒരുപോലെ ആയി എന്ന് വേണം നമുക്ക് കരുതാനല്ലേ. ശ്രുതിയുടെ മനസ്സിൽ ഇപ്പൊ ഫുള്ള് അശ്വിനാണല്ലോ. അശ്വിന്റെ നമ്മുടെ ശ്രുതിയോടുള്ള പെരുമാറ്റത്തിലും എന്താ പറയാ കാര്യമായിട്ടുള്ളൊരു മാറ്റം തന്നെ ഉണ്ട് താനും. അപ്പൊ എന്തായാലും ഇവരുടെ ആ ഒരു പ്രണയം പൊട്ടിമുളയ്ക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെ ആയിരിക്കും നമ്മുടെ ആകാശിന്റെയും പ്രീതിയുടെയും കല്യാണത്തോടുകൂടി നടക്കാൻ പോകുന്നോട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് മറക്കാതെ കാത്തിരിക്കാം. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.